ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അക്വസാറ്റീവ് കേസിനെ കുറിച്ചുള്ള ഗ്രാമറാണ്. അപ്പോൾ അക്വസാറ്റീവ് എന്താണെന്നാണ് ആദ്യം തന്നെ നോക്കുന്നത്. ദ അക്വസാറ്റീവ് കേസ് ഈസ് ദ ഡയറക്റ്റ് ഒബ്ജക്റ്റ് when a noun or pronoun is the direct object in a sentence. അതായത് ഒരു സെൻറ്റൻസിൽ നൗൺ അല്ലെ പ്രൊനൗൺ ഒക്കെ എന്താണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഡയറക്റ്റ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ അക്വസാറ്റീവ് കേസ് എന്ന് പറയുന്നത്. ഒരു സെൻറ്റൻസിലെ ഡയറക്റ്റ് ഒബ്ജക്റ്റിനെയാണ് നമ്മൾ അക്വസാറ്റീവ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ നോക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ സെൻറ്റൻസ് ഫോം വരുന്നത്. സബ്ജക്റ്റ്, വെർബ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ്. അതായത് ഡയറക്റ്റ് ഒബ്ജക്റ്റാണ് അക്വസാറ്റീവ്, സബ്ജക്റ്റാണ് നൊമിനാറ്റീവ്. അപ്പം എങ്ങനെയാണ് നൊമിനാറ്റീവ് അക്വസാറ്റീവ് എന്ന കേസിൽ പറയുമ്പോഴത്തേനും നൊമിനാറ്റീവ്, വെർബ്, അക്വസാറ്റീവ് പിന്നെ ഒബ്ജക്റ്റ്. ഇവിടെ വരുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് വെൻ, വാസ്. ഓക്കെ, വെൻ എന്ന് പറഞ്ഞാൽ ആരെ, വാസ് എന്ന് പറഞ്ഞാൽ എന്ത്. ഓക്കെ, അപ്പോൾ നൊമിനാറ്റീവ് കേസിൽ എന്തുമായിരുന്നു, വാസും വെറുമായിരുന്നു. വെറായിരുന്നു. വെറെന്ന് പറയുമ്പോൾ ആര്, വാസ് എന്ന് പറയുമ്പോൾ എന്തെന്ന് തന്നെ, അങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ മാറ്റം വരുന്നത് വെന്ന് എന്നാവും. അതായത് വെർ എന്നുള്ളത് വെന്നാവും, വാസ് തന്നെ. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ വേർഡായിട്ട് വരുന്നത്. ഇത് കൂട്ടിയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നമ്മൾ ആരെ കാണാൻ പോയി, ആരാണത് എന്നൊക്കെ ചോദിക്കത്തില്ല, അതിന് ആരെ. അപ്പോൾ എന്ത് വാങ്ങിച്ചു, എന്താണത്. ഓക്കെ, അങ്ങനെയൊക്കെ ചോദിക്കാനായിട്ടാണ് ക്വസ്റ്റ്യൻ വേർഡാണത്. മനസ്സിലായല്ലോ. ഇനി എക്സാമ്പിളാണ് നോക്കുന്നത്. ബൈസ്പിൽ മരിയ കൗഫ്റ്റ് ഐനൻ ആപ്പിൾ. മരിയ ഒരു ആപ്പിൾ വാങ്ങിച്ചു. അപ്പോൾ അവിടെ മരിയ എന്നുള്ള സബ്ജക്റ്റാണ് നൊമിനാറ്റീവ്. കൗഫ്റ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ നോക്കി വെർബ് കോഞ്ചുഗേറ്റ് ചെയ്തിരിക്കുന്നു. ഐനൻ ആപ്പിൾ എന്നുള്ളത് എന്താണ്, ഡയറക്റ്റ് ഒബ്ജക്റ്റാണ്. അവൾ പോയി വാങ്ങിച്ചു. എന്നാ വാങ്ങിച്ചേ, ആപ്പിൾ. അപ്പം ഐനൻ ആപ്പിളാണ് ഇവിടെ ഡയറക്റ്റ് ഒബ്ജക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, ഡയറക്റ്റ് ഒബ്ജക്റ്റാണ് ഇവിടുത്തെ അക്വസാറ്റീവായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. വിയർ കൗഫൻ ഐനൻ ആപ്പിൾ. ഞങ്ങൾ ഐനൻ ആപ്പിൾ വാങ്ങിച്ചു. ഞങ്ങൾ ആപ്പിൾ വാങ്ങിച്ചു എന്ന് പറയും. അതെന്താ, കൗഫൻ വന്നത് അറിയാലോ, കോഞ്ചുഗേഷൻ, വിയറിൻ്റെ കോഞ്ചുഗേഷൻ കൗഫൻ വന്നു. പിന്നെ ഐനൻ ആപ്പിൾ എന്നുള്ളത് അക്വസാറ്റീവ് കേസ്. ഇത്രയേ ഉള്ളൂ. ഡയറക്റ്റ് ഒബ്ജക്റ്റാണ് അവിടെ അക്വസാറ്റീവായിട്ട് വരുന്നത്. പിന്നെ ആര് വാങ്ങി, ആരാ വാങ്ങിയേ, മരിയ. എന്ത് വാങ്ങി, ഐനൻ ആപ്പിൾ. അടുത്തത് വേഫ്രാഗ അല്ലെ യാവോർനൈൻ വരുമ്പോൾ എങ്ങനെയാണ്. വേഫ്രാഗയുടെ സ്ട്രക്ചറാണ് എന്ത്, ക്വസ്റ്റ്യൻ വേർഡ്, വെർബ് പ്ലസ് സബ്ജക്റ്റ്. യാവോർനൈൻ ആണെങ്കിൽ വെർബ്, സബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ക്വസ്റ്റ്യൻ വേർഡ് അതായത് വേഫ്രാഗയിൽ എങ്ങനെ ചോദിക്കുന്നത് നോക്കാം. വാസ് ഈസ്റ്റ് ദു, നീ എന്താണ് കഴിച്ചത്. സി ഈസ്റ്റ് ഐനൻ ആപ്പിൾ. ഓക്കെ, എസൻ എന്നുള്ളതിൻ്റെ കോഞ്ചുഗേഷൻ അവിടെ ഈസ്റ്റ് എന്ന് വന്നിരിക്കുന്നത്. അപ്പം കോഞ്ചുഗേഷൻ കറക്റ്റായിട്ട് മനസ്സിലായെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതുപോലെ വാസ് വെൻ ബെസൂക്ത് മരിയ. ആരെയാണ് മരിയ ബെസൂക്ട് ചെയ്തത്. മരിയ ബെസൂക്ട് ദൈനെ ലേററിൻ. ദൈനെ എന്നാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. മരിയ ആരെയാണ് ബെസൂക്ട് ചെയ്തത്, ആരെയാണ് ബെസൂക്ട് ചെയ്തത്, വെൻ. ഓക്കെ, അപ്പോൾ ആരെയാ, ലേററിൻ, ദൈനെ ലേററിൻ, അവളുടെ ലേററിനെയാണ് ബെസൂക്ട് ചെയ്തത്. ഓക്കെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോഴത്തേക്കും നമുക്കൊന്നുകൂടെ നോക്കാം. വാസ് ഈസ്റ്റ് ദു, നീ എന്താണ് കഴിച്ചത്. സി ഈസ്റ്റ് ഐനൻ ആപ്പിൾ. അതുപോലെ വെൻ ബെസൂക്ട് മരിയ ബെസൂക്ട് ദൈനെ ലേററിൻ. പിന്നെ ട്രിഫ്റ്റ് ടു ദൈനെ ലേററിൻ യാവോർനൈൻ ഫ്രാഗയാണ്. നിൻ്റെ ലേററിനെ കണ്ടായിരുന്നോ, മീറ്റ് ചെയ്തായിരുന്നോ. യാ ഇഷ് ട്രഫ് മൈനെ ലേററിൻ, എൻ്റെ ലേററിനെ ഞാൻ കണ്ടായിരുന്നു. എസ് ഓർ നോ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, എപ്പോഴും നമ്മൾ അതിൻ്റെ ഉത്തരം എന്താണോ, യാ ആണോ നൈൻ ആണോ നമ്മൾ ആദ്യം അത് പറഞ്ഞിട്ട് നമ്മുടെ സെൻറ്റൻസ് ബാക്കി പൂർത്തീകരിക്കുക. അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അക്വസാറ്റീവ് സ്പെഷ്യൽ വെർബാണ്. അതായത് അക്വസാറ്റീവ്
സെൻറ്റൻസ് എഴുതുമ്പം ഈ വെർബുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് അക്വസാറ്റീവ് സെൻറ്റൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വെർബുകൾ യൂസ് ചെയ്തും നമുക്ക് എഴുതാൻ പറ്റും. അതായത് സാധാ വെർബ് സെക്കൻഡ് പൊസിഷനിൽ വരുന്ന സ്ഥാനത്ത് ഈ പറഞ്ഞിരിക്കുന്ന വെർബുകൾ വരും. ഓക്കെ, അപ്പോൾ നമുക്കത് ഏതൊക്കെ വെർബുകളാണെന്ന് നോക്കാം. ഹാബൻ, ടു ഹാവ്. ബ്രൗഹൻ, ടു നീഡ്. മാഹൻ, ടു ഡു. എസൻ, ടു ഈറ്റ്. ഇതെല്ലാം വെർബാണ്. വെർബിൻ്റെ എപ്പോഴും അക്ഷരം സ്മോൾ ലെറ്റർ അക്ഷരത്തിലായിരിക്കും തുടങ്ങുന്നത്. പിന്നെ സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും വെർബ് കോഞ്ചുഗേറ്റ് ചെയ്യുന്നത്. വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിലായിരിക്കും. ഓക്കെ, അപ്പം ഇതൊക്കെ ആഡ് ചെയ്ത് നമ്മൾ സെൻറ്റൻസ് എഴുതുന്നതിനെയാണ് അക്വസാറ്റീവ് കേസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു വെർബുകളൊക്കെ നമ്മൾ ആ സെൻറ്റൻസിൽ കാണുവാണെങ്കിൽ നമുക്ക് ഈ വെർബും ഡയറക്റ്റ് ഒബ്ജക്റ്റും മാത്രമാവുള്ളെങ്കിൽ നമുക്ക് കൺഫേം ചെയ്ത് നമുക്ക് മനസ്സിലാവും ഇത് അക്വസാറ്റീവ് കേസ് സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് അക്വസാറ്റീവ് കേസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത്രേ ഉള്ളൂ. അക്വസാറ്റീവ് കേസ് നമുക്ക് ഇത്രയേ വരുന്നുള്ളൂ. ബാക്കി നമുക്ക് പറഞ്ഞു വരുമ്പോൾ ലെങ്തി ആവും. അപ്പം ഷോർട്ടായിട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റായിട്ട് ഇടുക. ചോസ്.